എംബസിയുടെ കാര്യങ്ങളല്ലേ, ചിലപ്പോ നാളെ വിളിച്ച് എല്ലാം ശരിയായിന്ന് പറയാനും സാധ്യതയുണ്ട്. അമ്മയ്ക്കെന്നെ കയറ്റിവിടാൻ ധൃതിയായെന്ന് തോന്നുന്നു. സത്യം പറയാലോ, അത് തന്നെയാണ് എന്റെ മനസ്സിലും. ഗിരിക്കും മഞ്ജുവിനും ഒരു കുഞ്ഞു ജനിക്കാൻ പോവുക. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ കൂടെ നിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഗിരിക്ക് പറ്റില്ല. നിന്നെ ഈ രാജ്യത്തെന്ന് പറഞ്ഞു വിടണമെന്നൊന്നും എനിക്കില്ല. നീ ഈ വീട്ടിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്തെങ്കിലും പ്രശ്നം ഈ കുടുംബത്ത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ അമ്മ ഇത്? ഞാൻ ഗിരിയേട്ടനെ നിങ്ങൾക്കും ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യോ? മോളെ, ഇനി അഭിനയം നിർത്ത്. നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണുന്നില്ല എന്ന് കരുതരുത്. മഞ്ജുവിനോട് എനിക്ക് 100 പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അവൾ എന്റെ മരുമകളാ. നീ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നവളും. നിനക്കൊരിക്കലും ഈ വീട്ടിൽ അവളുടെ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല. എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഇല്ല അമ്മേ. ഞാനിതിനു മുമ്പും അമ്മയോട് പറഞ്ഞിട്ടില്ലേ, ഗിരിയേട്ടനോട് എനിക്കുള്ള സ്നേഹം അദ്ദേഹം തിരിച്ചെന്നോട് കാണിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് പോകുന്നത് വരെ ഗിരിയേട്ടനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. അതിനെന്തിനാ അമ്മ തടസ്സം നിൽക്കുന്നേ? നിന്നെ ഈ വീട്ടിൽ കയറ്റിയത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നീ ഇവിടെ തുടരുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടെ അടുത്തൊരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. എനിക്ക് പരിചയമുള്ള ആളുകളാ അത് നടത്തുന്നത്. നല്ല സൗകര്യമുള്ള ഹോസ്റ്റലാ. നീയൊന്ന് പോയി കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടാ ഇപ്പൊ തന്നെ അങ്ങോട്ട് മാറാലോ. വീടിന്റെ അടുത്തായതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റും. ഇവിടെ ഇത്രയും നല്ലൊരു വീടുള്ളപ്പോ ഞാൻ എന്തിനാ അമ്മ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നത്? താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇവിടെ ആവുമ്പോ എനിക്കൊരു കുടുംബം ഉള്ളതുപോലെ തോന്നും.